പിന്നീട് വെറുപ്പായിരുന്നു ഓരോ സ്ത്രീകളോടും. എല്ലാവരും അമ്മയെപ്പോലെ ആവുമെന്ന തോന്നൽ എന്നൊരു സ്ത്രീ വിരോധിയാക്കിയിരുന്നു. ഈ വിവാഹം എൻ്റെ സുഹൃത്തുക്കളുടെയും പിന്നെ ഡോക്ടറുടെയും നിർദ്ദേശപ്രകാരമായിരുന്നു. ഡോക്ടറുടെയോ? അതെ, അപ്രിയമായ കാഴ്ചകൾ ജീവിതത്തിൽ ഏൽപ്പിച്ച മുറിവുകൾ മനസ്സിൻ്റെ പോലും താളം തെറ്റിച്ചിരുന്നു. നാട് വിടുമ്പോൾ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് പിന്നീട് ഒരു ഓർഫനേജിലെത്തി. ഇടയ്ക്കിടയ്ക്ക് എന്നെ തേടി വരുന്ന എൻ്റെ മുത്തശ്ശിയില്ലേ, അവരെൻ്റെ ബന്ധുവല്ല, അവിടെയുള്ളതാ. പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ നിലയിലെത്തി. ഇനി തനിക്ക് എന്നെ വിട്ടു പോവാം, ഞാനൊന്നിനും തടസ്സമില്ല. എന്നെപ്പോലൊരു മാനസിക രോഗിയുടെ ഭാര്യയെ നശിപ്പിക്കേണ്ടതല്ല തൻ്റെ ജീവിതം. ഈ ബന്ധം തനിക്ക് ഉപേക്ഷിക്കാം, എന്നാലും ഒരു സുഹൃത്തായിട്ട് എന്ത് സഹായത്തിനും ഞാനുണ്ടാവും എന്നും. അത്രയും പറഞ്ഞാൽ ആ മുറിയിൽ നിന്ന് പോയപ്പോൾ അവളും മൂകയായി നിന്നു. പിറ്റേന്ന് മീരയെ കാണാതെ വന്നപ്പോൾ അവൾ പോയിരിക്കുമെന്ന് ആദ്യം ഊഹിച്ചു. പക്ഷേ തിരികെ ഓഫീസിൽ നിന്നെത്തിയപ്പോൾ വഴിക്കണ്ണുമായി ഒരു നിറപുഞ്ചിരിയോടെ മീര അവന് മുന്നിലുണ്ടായിരുന്നു. അവൻ ആശ്ചര്യത്തോടെ അവളെ നോക്കുമ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് ബാഗുമായി അവൾ അകത്തേക്ക് പോയി. അവനുള്ള ചായയുമായി വന്നു. പലതും പതിവുള്ള കാര്യങ്ങളെങ്കിലും മീരയിലെ നിറഞ്ഞ പുഞ്ചിരിയും വാതോരാതെയുള്ള വിശേഷം പറച്ചിലൊക്കെ ആദിക്ക് പുതുമയും അത്ഭുതവുമായിരുന്നു. പിന്നീട് മീര ആദിയുടെ നിഴലായി പിന്നാലെ നടന്നു. അവനോട് അവൾ ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു. ഒരു പനി വരുമ്പോൾ ഉറങ്ങാതെ കൂട്ടിരുന്നു, തലവേദനിക്കുമ്പോൾ മെല്ലെ തലോടിയും താരാട്ടുപാടി തഴുകി ഉറക്കിയും അവളൊരു കൊച്ചു കുട്ടിയെപ്പോലെ അവനെ നോക്കി. പതിയെ ആദിയും അവൻ്റെ സങ്കടവും സന്തോഷവും അങ്ങനെ എല്ലാ വിശേഷങ്ങളും അവളോട് പങ്കുവെക്കാൻ തുടങ്ങിയപ്പോൾ ഇരു മനസ്സുകളും തമ്മിലുള്ള അകലം പതിയെ ഇല്ലാതാവുന്ന ഇരുവരും അറിഞ്ഞു. മീര, ആഹാ, ആദ്യം നേരത്തെ എത്തിയോ? ആദ്യം അവൾക്ക് നേരെ ഒരു പൊതി നീട്ടി തുറന്നു നോക്കാൻ പറഞ്ഞു. ചിലങ്ക? മീര ഒത്തിരി സന്തോഷത്തോടെ അതണിഞ്ഞു. മീര, എനിക്ക് വേണ്ടി 2 ചൂട് വെക്കാമോ? ഇപ്പോഴോ? പിന്നെ ആവട്ടെ ആദി. ഇല്ല, എനിക്കിപ്പോൾ കാണണം. അവൻ കുട്ടികളെ പോലെ വാശി പിടിച്ചപ്പോൾ അവൾ സമ്മതിച്ചു. അവൾ ചൂടുകൾ വെക്കുമ്പോൾ ആദിയുടെ കണ്ണുകൾ തിളങ്ങി ഒത്തിരി സന്തോഷത്തോടെ. മതി, ഞാൻ ക്ഷീണിച്ചു ആദി. അത് പറഞ്ഞ് അവൾ തറയിലിരുന്നു. മടിച്ചി. ചിരിച്ചുകൊണ്ടവൻ അവൾക്കരികിൽ ചെന്ന് ചേർന്നിരുന്നു. പതിയെ അവൻ അവളുടെ മടിയിലേക്ക് ചാഞ്ഞു. മീര മെല്ലെ അവൻ്റെ മുടിയിഴകളിൽ തഴുകി. മീര, ഞാനിന്ന് ഡോക്ടറെ കണ്ടിരുന്നു. അത് കേട്ട് അവളൊന്ന് പരിങ്ങി. എന്നിട്ട്? താൻ ഡോക്ടറെ പോയി കണ്ടതും നിങ്ങൾ സംസാരിച്ചൊക്കെ ഡോക്ടറിനോട് പറഞ്ഞു. ആദ്യം പതിയെ എഴുന്നേറ്റ് അവളെ തന്നെ നെഞ്ചോട് അണച്ചു. മീര, നീ എന്തിനാ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നേ? ആദി ഇങ്ങനെ നെഞ്ചിൽ ചേർന്ന് നിന്ന് ഉള്ളിലെ സങ്കടങ്ങളും സന്തോഷങ്ങളും എൻ്റേത് കൂടി ആക്കണമെന്ന് ഞാൻ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടെന്നോ. ശാരീരിക ബന്ധത്തിനും ലൈംഗികതക്കുമൊക്കെ അപ്പുറം സ്വന്തം ജീവിത പങ്കാളി എല്ലാ സുഖവും ദുഃഖവും പങ്കുവെച്ച് ഒന്ന് ചേർത്തണക്കുമ്പോൾ, ഒന്ന് സാന്ത്വനിപ്പിക്കുമ്പോൾ ഒരു പെണ്ണിന് കിട്ടുന്ന സുരക്ഷിതത്വം, അത്രയും ഞാനും ആഗ്രഹിച്ചിരുന്നുള്ളൂ. ദേ ഇതുപോലെ. പിന്നെ സ്നേഹിക്കാൻ ഈ ഭൂമിയിൽ എനിക്ക് നീ മാത്രമേ ഉള്ളൂ ആദി. 8 വയസ്സിൽ ഞാനൊരു അനാഥനായി. അതുവരെ ഞാൻ ഒത്തിരി സ്നേഹിച്ച അമ്മയുടെ ചതിയിൽ എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. അവരെ ഞാൻ വെറുത്തു. എല്ലാ സ്ത്രീകളെയും, എല്ലാവരും അവരെ പോലെയെന്ന് ധരിച്ചു. പക്ഷേ നീ ആ ധാരണകളൊക്കെ ആദ്യമേ മാറ്റിമറിച്ചിരുന്നു. നഷ്ടപ്പെട്ടെന്തോ തിരിച്ചു കിട്ടുന്നതായി ഞാൻ അറിഞ്ഞു. പക്ഷേ നിന്നെ ചേർത്തണക്കാൻ മനസ്സ് ആഗ്രഹിക്കുമ്പോഴും മറുവശത്ത് കാമം തലക്ക് പിടിച്ച് അച്ഛനെയും എന്നെയും വഞ്ചിച്ച ആ സ്ത്രീയുടെ ഓർമ്മകൾ മനസ്സ് മടുപ്പിച്ചു. ആദി, പഴയതൊന്നും ഇനി ചെയ്ഞ്ഞെടുക്കേണ്ട, എല്ലാം മറന്നേക്ക്. മനസ്സ് മടുപ്പിച്ച ആ കാഴ്ചകളേക്കാൾ മനോഹരമായ ചിത്രം ഇന്നെൻ്റെ മനസ്സിലുണ്ട്. നിന്റെ മുഖം. നീ മാത്രമാണ് മീര. ഇപ്പം എൻ്റെ മനസ്സ് നിറയെ നീ മാത്രം. ആദിയുടെ വാക്കുകൾ കേട്ട് മീരയുടെ കണ്ണു മനസ്സും ഒരുപോലെ നിറഞ്ഞു. 8 വയസ്സിൽ നഷ്ടപ്പെട്ടു പോയ സ്നേഹം ഒരമ്മയായി, സഹോദരിയായി, കൂട്ടുകാരിയായൊക്കെ നീ എനിക്ക് തന്നു കഴിഞ്ഞു. മറ്റാരും നൽകാത്ത പോലെ. ഇനി എൻ്റെ നല്ല പാതിയായി മീര നീ എൻ്റെ കൂടെ ഉണ്ടാകുമോ? മറുപടിയായി അവൾ അവൻ്റെ നെഞ്ചിൽ വീണ് തേങ്ങി കരയുമ്പോൾ അവൻ അവളുടെ മൂർധാവിൽ പതിയെ ചുംബിച്ചു.